വലൈക്കും അസ്സലാം സഫാന. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖം. നിനക്ക് സുഖമാണോ? അൽഹംദുലില്ലാ, എനിക്കും അപ്രകാരം സുഖം. എന്താ നിനക്ക് ഇന്നൊരു വിഷമം? ഒന്നുമില്ല, എല്ലാം സുഖമായി. എന്ത് പറ്റി? നീ എന്നോട് പറ. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം. പരിഹാരമില്ലാത്ത പ്രശ്നമാണ് സുഹൃത്തെ. എന്ത് പറ്റി? SLC പരീക്ഷ പാസ്സായ കുട്ടിയുടെ വക നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഓഫർ? എന്നിട്ട് നിനക്കത് കിട്ടിയില്ലേ? ഒരു മൊബൈൽ ഫോൺ വാങ്ങിത്തരാമെന്ന് ഉപ്പ പറഞ്ഞു. എന്നിട്ട് എന്ത് പറ്റി? ഉമ്മ കാരണം എല്ലാം കുളമായി. നിന്റെ ഉമ്മ എന്താ പറഞ്ഞത്? ഇനി പഠനക്കാരുടെ കൂടുതലാണെന്നും മൊബൈൽ ഫോൺ കിട്ടിയാൽ പഠനത്തിലുള്ള ശ്രദ്ധ കുറയുമെന്നും പറഞ്ഞു. പിന്നെ എന്തെങ്കിലും പറഞ്ഞോ? പിന്നല്ലാതെ മൊബൈൽ ഫോൺ കിട്ടിയാൽ വഴിതെറ്റാനുള്ള ചാൻസ് കൂടുതലാണ് പറഞ്ഞു. പിന്നെ എന്താ, എല്ലാം പോയി. നിന്റെ ഉമ്മ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ മൊബൈൽ കിട്ടിയാൽ ഫുള്ളും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടല്ലേ അവർ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും മൊബൈൽ നോക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അവരൊന്നും നിസ്കരിക്കാതെ എല്ലാം ഇരിക്കുന്നില്ലല്ലോ. അവരെപ്പോഴും നിസ്കരിക്കുന്നുണ്ട്, എപ്പോഴും സലാം പറയുന്നുണ്ട്, ഓതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നീ എന്ന് ആലോചിക്കുന്നുണ്ട്, നമ്മളെ കൊണ്ട് കൊച്ചു കുട്ടികൾക്ക് എന്തിനാ മൊബൈൽ? നിന്റെ ഉമ്മ പറഞ്ഞതുപോലെ പഠിക്കേണ്ട സമയം മുഴുവൻ നമ്മൾ ഫോണിലായിരിക്കും. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പിന്നെ നമസ്കാരം വൈകിക്കുന്നവർക്ക് എത്ര ശിക്ഷ കിട്ടുന്നത് നിനക്കറിയോ? എനിക്കറിയില്ല, നിനക്കറിയാമോ? എനിക്കറിയാം. നമസ്കാരം ഉപയോഗിക്കുന്നവർക്ക് 15 ശിക്ഷകളാണ് അള്ളാഹു കൊടുക്കുന്നത്. എന്തിനാ നീ ആ അള്ളാഹ് വിളിക്കുന്നത്? നീ ഇനി നമസ്കരിച്ച് പഠിക്കാൻ നോക്കി. മൊബൈൽ ഉപയോഗം നമുക്ക് വേണ്ട. എനിക്കവനെ മനസ്സിലാക്കാൻ പറ്റില്ല. മാഷാ അല്ലാഹ്, എപ്പോഴെങ്കിലും പറ്റിയല്ലോ. എനിക്ക് ഈ നന്മ പറഞ്ഞു തന്നതിന് അള്ളാഹു നിന്നെ അനുഗ്രഹിക്കും. താങ്ക് യു. താങ്ക് യു അല്ല പറയുന്നത്, ജസാക്കല്ലാഹ് ഖൈറൻ എന്നാ പറയുന്നത്. എങ്കിൽ നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.